Say yes to one and no to 99. മനോജ് മാതാപിതാക്കൾക്ക് ഏകപുത്രനായിരുന്നു. എന്നും രാവിലെ മനോജിൻ്റെ അച്ഛൻ അവനെ ഉണർത്താൻ ശ്രമിക്കുമ്പോൾ അവൻ പറയും, എൻ്റെ കണ്ണുകൾ തുറന്നു, ഞാൻ ഇപ്പോൾ എഴുന്നേൽക്കാം. പക്ഷേ ദീർഘസമയം കിടക്കയിൽ ഉറങ്ങിക്കിടക്കും. അച്ഛൻ പറയും, മോനെ, യോഗ ചെയ്യൂ, പ്രാണായാമം ചെയ്യൂ. പക്ഷേ അവൻ പറയുമായിരുന്നു അടുത്ത മാസം മുതൽ അവൻ ജിമ്മിലേക്ക് പോകുമെന്ന്. പഠിക്കാൻ പറയുമ്പോൾ അവൻ ചിന്തിക്കും, പരീക്ഷയ്ക്ക് ഇനിയും ധാരാളം സമയമുണ്ടല്ലോ, ഇത്രയും തിടുക്കം എന്തിന്? മനോജിൻ്റെ അച്ഛൻ അവനെ ഓർത്ത് വളരെ ചിന്തിതനായിരുന്നു. ഒരു ദിവസം മനോജിൻ്റെ കൂട്ടുകാരെ ഭക്ഷണം കഴിക്കാനായി വീട്ടിലേക്ക് ക്ഷണിച്ചു. അപ്പോൾ മനോജിൻ്റെ അച്ഛൻ അവൻ്റെ കൂട്ടുകാരുമായി സംസാരിച്ചു. സുരേഷ്, നീ എന്ത് ചെയ്യുന്നു? നിന്റെ പഠനം എങ്ങനെ പോകുന്നു? സുരേഷ് പറഞ്ഞു, അങ്കിൾ, പരീക്ഷയ്ക്ക് ഇനിയും ഒരുപാട് സമയമുണ്ട്. ഞാൻ കുറച്ച് പഠിക്കുന്നുണ്ട്. പരീക്ഷ അടുക്കുമ്പോൾ ഞാൻ കൂടുതൽ ശ്രദ്ധിച്ച് പഠിക്കും. രണ്ടാമത്തെ സുഹൃത്ത് മഹേഷ് പറഞ്ഞു, ഞാൻ ഇപ്പോൾ യോഗ ചെയ്യുന്നില്ല, പക്ഷേ അടുത്ത മാസം മുതൽ ജിമ്മിൽ പോകും. മനോജിൻ്റെ അച്ഛൻ മൂന്നാമത്തെ സുഹൃത്ത് ദിനേശിനോട് ചോദിച്ചു, നിന്റെ ഭാവി പ്ലാൻ എന്താ? ദിനേശ് പറഞ്ഞു, എൻ്റെ അച്ഛൻ ബിസിനസ് ചെയ്യുന്നുണ്ട്. അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, മോൻ വലുതായാൽ ബിസിനസ് എല്ലാം എടുത്തു നോക്കണം. അതുകൊണ്ട് ഞാൻ ഒട്ടും ചിന്തിതനല്ല. ഇതിൽ നിന്നും മനോജിൻ്റെ അച്ഛന് മനസ്സിലായി, ഇവർക്ക് ആർക്കും തന്നെ ഭാവിയെക്കുറിച്ച് വലിയ ചിന്ത ഒന്നും തന്നെയില്ല. ഈ മനോഭാവം മനോജിനെയും സ്വാധീനിക്കുന്നുണ്ട്. അച്ഛൻ മനോജിനെ ഇക്കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു. പക്ഷേ മനോജ് അത്ര കാര്യമായി എടുത്തില്ല. പരീക്ഷയ്ക്കുള്ള സമയം അടുത്തു. എല്ലാ കൂട്ടുകാരും പരീക്ഷ എഴുതി. പക്ഷേ പരീക്ഷാഫലം വന്നപ്പോൾ അവർക്കെല്ലാവർക്കും മാർക്ക് വളരെ കുറവായിരുന്നു. മനോജും കൂട്ടുകാരും വിചാരിച്ചു, നമ്മൾ ഇപ്പോൾ വീട്ടിൽ ചെന്നാൽ അച്ഛൻ വഴക്ക് പറയും. അതുകൊണ്ട് സ്കൂളിനടുത്തുള്ള ഒരു പാർക്കിൽ പോയി ഇരുന്നു. അവർ വിചാരിച്ചു, രാത്രിയായാൽ അച്ഛൻ ഉറങ്ങിയാൽ പിന്നെ വഴക്കൊന്നും കേൾക്കണ്ട. അങ്ങനെ അവർ പാർക്കിൽ ഇരിക്കുമ്പോൾ പാർക്കിൽ എന്തോ സംഭവിച്ചു. കുറേ പേർ ഓടിക്കയറുന്നു. മനോജും കൂട്ടുകാരും ഓടാൻ ശ്രമിച്ചു. പക്ഷേ മനോജ് ആൾക്കൂട്ടത്തിൽ വീണു പരിക്കേറ്റു. പരിക്കുകളുമായി മനോജ് വീട്ടിലേക്ക് മടങ്ങി. അച്ഛൻ മനോജിനെ ഉടനെ തന്നെ ആശുപത്രിയിലേക്ക് എത്തിച്ചു. അവിടെ 2-3 ദിവസം ചെലവഴിച്ച ശേഷം വീട്ടിലേക്ക് മടങ്ങി. അവന് വളരെ പശ്ചാത്താപം തോന്നി. ഞാൻ ആത്മാർത്ഥമായി മുന്നോട്ട് പോകാൻ ശ്രമിച്ചിട്ടില്ല. എപ്പോഴും സുഹൃത്തുക്കളുടെ സ്വാധീനങ്ങൾക്ക് വഴങ്ങി. പരീക്ഷയിൽ നല്ല മാർക്ക് എടുക്കാൻ പറ്റിയില്ല. പരിക്കേറ്റു. ആശുപത്രിയിൽ പോകേണ്ടി വന്നു. അവൻ്റെ ഭാവിയും നല്ലതാകാൻ പോകുന്നില്ല എന്നൊക്കെ. അവനിൽ മാറ്റം വന്നു. കാലത്ത് നേരത്തെ ഉണരാൻ തുടങ്ങി. യോഗ ചെയ്യാൻ തുടങ്ങി. പഠിക്കാനും തുടങ്ങി. മനോജ് ഒരു തത്വമുണ്ടാക്കി, ഒരു സൂത്രമുണ്ടാക്കി. സേ യെസ് ടു വൺ ആൻഡ് സേ നോ ടു 99. എന്ന് വെച്ചാൽ ഏതെല്ലാം കാര്യങ്ങൾ ഭാവി നശിപ്പിക്കുന്നു അതിനോടെല്ലാം നോ പറയാൻ തുടങ്ങി. ഏതെല്ലാം കാര്യങ്ങൾ ഭാവിക്ക് നല്ലതാണോ അതിന് യെസ് പറയാനും തുടങ്ങി. അങ്ങനെ അവൻ പുരോഗമിച്ചു. അവൻ്റെ ആരോഗ്യം നല്ലതായി. നല്ല മാർക്ക് കിട്ടാൻ തുടങ്ങി. എല്ലാ കാര്യങ്ങളിലും സമയം പാലിക്കാൻ തുടങ്ങി. അപ്പോൾ കുട്ടികളെ, നിങ്ങൾ കണ്ടു, ചിന്തയിൽ മാറ്റം വന്നതുകൊണ്ട് മനോജ് പരിശ്രമിയായിരുന്നു. പക്ഷേ പൂർണ്ണ മനസ്സോടെ പ്രവർത്തിച്ചിരുന്നില്ല. അതുകൊണ്ട് പുരോഗതി ഉണ്ടായില്ല. പക്ഷേ ചിന്ത മാറിത്തുടങ്ങി. ഭാവിയും മാറിത്തുടങ്ങി. അതുകൊണ്ട് നിങ്ങൾ ഈ ഫോർമുല എന്നും ഓർക്കുക. സേ യെസ് ടു വൺ ആൻഡ് സേ നോ ടു 99. ഈ ഫോർമുല പ്രായോഗികമാക്കിയാൽ നിങ്ങളുടെ ഭാവിയും ഉജ്ജ്വലമാകും. ഞങ്ങളുടെ ഗുരുദേവൻ പണ്ഡിറ്റ് ശ്രീറാം ശർമ്മ ആചാര്യജി പറയുന്നു, പരാജയത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നാം വിജയത്തിലേക്ക് വേണ്ടി പൂർണ്ണ മനസ്സോടെ പ്രവർത്തിച്ചിട്ടില്ല എന്ന്.